റാ സീരീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കാന്തല്ലൂരിലെ സാൻഡൽ കാഫെ റിസോർട്ടിലെ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. ഇതിനു മുമ്പുള്ള കാന്തല്ലൂർ വ്ളോഗ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് ചെന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇന്ന് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. 2-3 ദിവസമായിട്ട് മറയൂരും കാന്തല്ലൂരും ഒക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ സാൻഡൽ കാഫേയിൽ നിന്ന് ഇറങ്ങി. ഇതൊക്കെ പൈൻ ട്രീസ് ആണ്. കാന്തല്ലൂർ ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ പ്ലേസ് തന്നെയാണിത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെത്തിയപ്പോൾ ഒരുപാട് സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാട്ടിലൂടെയുള്ള യാത്ര ഒരു അനുഭവിച്ചറിയേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്, മൃഗങ്ങളെ കാണാൻ പറ്റും, ഭാഗ്യമുണ്ടെങ്കിൽ ആനയെയും കാട്ടുപോത്തിനെയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളതൊക്കെ ആസ്വദിച്ച് പോയി. തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അമരാവതി ക്രോക്കഡൈൽ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ബോർഡ് കണ്ടു. എന്നാൽ അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാന്ന് വെച്ച് ഞങ്ങൾ കാർ അങ്ങോട്ടേക്ക് തിരിച്ചു. ആനമലൈ ടൈഗർ റിസർവ് ഏരിയയിൽ പെടുന്നതാണ് ഇതൊക്കെ. അമരാവതി ഡാമാണിത്. ഇങ്ങോട്ടേക്ക് കയറുന്നതിന് ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ അമരാവതി ക്രോക്കഡൈൽ പാർക്ക് എത്തി. അവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തോട്ടേക്ക് കയറി.
വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മുതലകളെ കാണാൻ പറ്റി. കുട്ടികളൊക്കെ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത് ഈ അമരാവതി ക്രോക്കഡൈൽ പാർക്ക് നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ബാഡ് സ്മെല്ലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നല്ല നീറ്റായിരുന്നു ഏരിയാസൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി വീണ്ടും നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. ഇതോടെ കാന്തല്ലൂർ വ്ളോഗ്സ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.